voice of marketing, in touch with positive people. ഇന്നത്തെ മാർക്കറ്റ് വോയിസിൽ എങ്ങനെ കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യാം, ഒരു കസ്റ്റമറെ നല്ല രീതിയിൽ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കൂടി ചെയ്തതുകൊണ്ട് ആ ഒരു ഏരിയയെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും വരുന്ന എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമെന്ന്, പുതിയ ആശയം വെച്ച് റിപ്പീറ്റ് ചെയ്യാമെന്നും ആഗ്രഹിക്കുന്നു. ഈ റെസ്പെക്റ്റ് എന്ന കാര്യം, ബഹുമാനം എന്നുള്ള കാര്യം, നമ്മൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും റെസ്പെക്റ്റഡ് സാർ, ബഹുമാനപ്പെട്ട സാർ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഈ ബഹുമാനപ്പെട്ട എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ നല്ലൊരു സുഹൃത്തുണ്ടായി. സാറിപ്പോൾ വളരെ തിടുക്കത്തിൽ കോളേജിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം വളരെ മുണ്ടൊക്കെ മടക്കി കുത്തി ഭയങ്കര വലിയ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്നു പോകും. സാറിൻ്റെ മുമ്പിലെത്തുമ്പോൾ മടക്കി കുത്തിയ മുണ്ട് പതുക്കെ അഴിച്ചിട്ട് വളരെ ഭവ്യതയോടെ സാർ, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് വളരെ പതുക്കെ നമ്മുടെ ഈ ജസ്റ്ററൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒരു ഭവ്യതയോടെ സാറിൻ്റെ ഒപ്പം ഇങ്ങനെ പതുക്കെ നടന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മറ്റുള്ള അധ്യാപകരും മറ്റുള്ള കുട്ടികളും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾക്കറിയാം എന്താണ് ഇവൻ്റെ വിദ്യ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്പെക്റ്റ് എന്ന കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ പൊതുസമൂഹത്തിലായാലും ഓഫീസിലായാലും മറ്റുള്ള നമ്മുടെ കുടുംബത്തിലായാൽ പോലും റെസ്പെക്റ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും അത് കൊടുക്കേണ്ട ഒരു കൺസിഡറേഷനാണ്, അല്ലേ? നമ്മുടെ വീട്ടിലെ അച്ഛനോ മുത്തശ്ശനോ മുതിർന്നവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഇരുന്ന സീറ്റ് എവിടെയാണോ അവിടെ നിന്നും ഒന്ന് എഴുന്നേൽക്കും. അങ്ങനെ റെസ്പെക്റ്റ് കാണിക്കും, ബഹുമാനിക്കും. അല്ലെങ്കിൽ കാലൊക്കെ മേളിൽ കയറ്റി വെച്ചിരിക്കാൻ, ടീപ്പോയുടെ മേളിൽ കാലൊക്കെ കയറ്റി ഇരിക്കുന്നവരാണെങ്കിൽ, പണ്ടത്തെ ആളുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് താഴേക്ക് എടുത്ത് വെച്ച് അവർ എഴുന്നേറ്റ് നിൽക്കും. ഇന്നത്തെ ജനറേഷന് റെസ്പെക്റ്റിനെ കുറിച്ച് ഉള്ള ഒരു ധാരണയിൽ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാകാം. എന്തായാലും നമ്മുടെ മാർക്കറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ റെസ്പെക്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് വന്നത്? ഇതുപോലെയൊക്കെ ഒരു റെസ്പെക്റ്റ്, മറ്റുള്ളവരെ ആ രീതിയിൽ ബഹുമാനിച്ചില്ലെങ്കിൽ അവൻ ഒരു അഹങ്കാരിയാണ്, അവൻ എന്നെ മാനിക്കുന്നില്ല, അങ്ങനൊരു തോന്നൽ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ പുരാണങ്ങളിലായാലും അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവിടെയൊക്കെ റെസ്പെക്റ്റ് നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനം എന്നത് വളരെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കൺസിഡറേഷനാണ്, ഒരു അംഗീകാരമാണ് ബഹുമാനം എന്നത്. ആ ബഹുമാനം ഒരു കസ്റ്റമറിനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. എന്താണ് ഈ ബഹുമാനത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു കേൾവിക്കാരാകണം. അവർ എന്താണോ കസ്റ്റമർ പറയുന്നത് അത് ഭവ്യതയോടെ കൈകെട്ടി ഇങ്ങനെ നിന്ന് തല മുകളിലേക്ക് എടുത്ത് വയ്ക്കാതെ വളരെ ഭവ്യത, ജസ്റ്ററൊക്കെ പതുക്കെ ഒന്ന് താഴ്ത്തി ഭവ്യതയോടെ അത് നിന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ നിന്ന് കേൾക്കണം. അതിനിടയ്ക്ക് കയറി സംസാരിക്കരുത്. ഈ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. അയാളുടെ ഫീലിങ്, അയാളുടെ ഫ്രസ്ട്രേഷൻ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ, ആ പ്രോഡക്റ്റ് എടുത്ത ശേഷം അയാൾക്കുണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ, കസ്റ്റമർ പറഞ്ഞ ഇഷ്യൂകളാണെങ്കിൽ അയാളൊന്ന് പറയാൻ അവസരം കൊടുക്കൂ. അത് വളരെ ലിസണിങ്, നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ അത് കേൾക്കാൻ അയാളുടെ ഫേസിലേക്ക് നോക്കി സ്മൈലോടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് കേൾക്കാനുള്ള മാനസിക തലത്തിലേക്ക് നിങ്ങൾ ഉയരണം. അയാളുടെ എവിടെ നോക്കണം? അയാളുടെ ഐ കോണ്ടാക്റ്റ് വേണം.
അയാളുടെ കണ്ണുകളിൽ നോക്കാം, അല്ലെങ്കിൽ അയാളുടെ നെറ്റിത്തടുത്ത് നോക്കിക്കൊണ്ട് ഭവ്യതയോടെ അത് കേട്ട് നിൽക്കുക. നിങ്ങളൊരു മാർക്കറ്റിങ്ങിലെ മാനേജറോ ASMO, നീ ടോപ്പ് ലെവലുള്ള CEO ആരുമായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾ കസ്റ്റമറാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് അയാൾ എടുത്ത് വിൽക്കേണ്ട വ്യക്തിയാണ്. അതെടുത്ത് വിറ്റാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. അയാൾ വിൽപ്പനക്കാരനാണ്, കൺസ്യൂമറായിട്ട് കോണ്ടാക്റ്റ് ഉള്ള വ്യക്തിയാണ്. ആ രീതിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അത് തയ്യാറാവുകയും ചെയ്യുക എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കണം. പലർക്കും അത് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അയാൾ 2 വാക്ക് പറഞ്ഞ് തുടങ്ങുമ്പോഴേ അതിൽ കയറി ഇടപെടാൻ നിൽക്കും. അയാളൊന്ന് പറയട്ടെ, പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? ആ കസ്റ്റമർ പറയുന്ന കാര്യം കേൾക്കാൻ ആദ്യം തയ്യാറാവണം. കേട്ടാലുണ്ടല്ലോ പകുതി കാര്യങ്ങളങ്ങ് മാറും. അത് ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അദ്ദേഹം പറയുന്നത് കേൾക്കുക എന്നുള്ളത്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെടാൻ നിന്നാൽ ആ കസ്റ്റമർ അയാളുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ്, ഫോണിലായാലും നേരിട്ടായാലും അയാൾ പറയുന്നതിന് മുമ്പ് ഇടപെടാൻ നിന്നാൽ അത് വലിയ പ്രശ്നത്തിലേക്കും വഴക്കിലേക്കും പോകും. കടുക് വെളിച്ചെണ്ണ ഇട്ട് അമ്മ അല്ലെങ്കിൽ വൈഫ് കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ കറികളുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? മുളകും കടുകും ഒക്കെ ഇട്ട് ചീഞ്ചട്ടിയിൽ ഇട്ട് അതിങ്ങനെ ശബ്ദത്തോടെ അത് പൊട്ടിക്കൊണ്ടിരിക്കും. അത് പൊട്ടി അങ്ങ് തീരട്ടെ, എന്നിട്ടാണ് അടുത്ത പ്രോസസ്സ് അവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കടുക് പൊട്ടി തീരുന്നതിന് ഇടയിൽ നിങ്ങളുടെ സംസാരമാകുന്ന പച്ചവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചാൽ എന്തായിരിക്കും പറ്റുന്നത്? ഭയങ്കര പ്രോബ്ലമായിട്ടല്ലേ? ഇല്ല, ഒരു ഭയങ്കര പ്രോബ്ലം അവിടെ വരും. ഭയങ്കര അവിടെ വരും, ശബ്ദം കൂടും, ഇഷ്യൂ ഉണ്ടാവും. ഈ ഒരു കാര്യം ഓർത്ത് വെച്ച് വളരെ സമയം കൊടുക്കുകയും അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കാനുള്ള മാനസിക തലത്തിലേക്ക്, ഒരു കസ്റ്റമർ പറയുന്ന കാര്യം കേൾക്കാനുള്ള മാനസിക തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നാൽ അയാളുടെ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ അത് കാരണമാകും. അങ്ങനെ അത് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാനും കാരണമാകും എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ കസ്റ്റമർ ഒരു വിവാഹ ചടങ്ങിൽ സംബന്ധിക്കാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ കസ്റ്റമറെ കാണുകയാണ്. നിങ്ങൾ കൈയും കെട്ടി അവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ആ കസ്റ്റമറെ കാണുമ്പോൾ, അദ്ദേഹത്തെ കാണുമ്പോൾ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ തയ്യാറാകണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ അഭിവാദ്യം ചെയ്യാൻ തയ്യാറാകണം. സാമൂഹ്യജീവിയായി മനുഷ്യൻ പൊതുസമൂഹത്തിലായാലും മറ്റുള്ള ചടങ്ങുകളിലായാലും നമ്മുടെ കസ്റ്റമറെ കണ്ടു എന്ന് നമ്മൾ വരുത്തണം. അയാളെ എവിടെ വെച്ചാണെങ്കിലും നമ്മൾ ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കാൻ തയ്യാറാകണം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ തയ്യാറാകണം, സ്മൈലുള്ളൊരു ഫേസ് അദ്ദേഹത്തിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഏത് മനുഷ്യനും സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ആ ഹിസ്റ്ററി അങ്ങനെ തന്നെ പോയുള്ളൂ. സ്നേഹിക്കാൻ പഠിക്കണം, കസ്റ്റമറെ ബഹുമാനിക്കാൻ പറ്റണം. നമ്മളൊരു വലിയ ഭയങ്കരനാളാണ്, ജാടയുള്ള വ്യക്തിയാണ്, അങ്ങനൊരു തോന്നൽ സാമാന്യ ജനങ്ങളിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ, അങ്ങനെ ഒരു അഹങ്കാരിയാണെന്ന് തോന്നിയാൽ ഒരു കാരണവശാലും നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. നമ്മൾ കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് സമയത്ത് എവിടെ വെച്ചാണെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു മൈൻഡ് ചെയ്യാനുള്ള, ഒന്ന് നോക്കാനുള്ള, പുഞ്ചിരിക്കാനുള്ള ആ മനോഭാവത്തിലേക്ക് അത് വളർത്തിയെടുക്കുന്ന നല്ലൊരു ശീലമാണ്. ഒരു കസ്റ്റമറെ നമ്മൾ കാണുമ്പോൾ, അദ്ദേഹമായി കാണുമ്പോൾ, ഏത് വ്യക്തിയെ കാണുമ്പോൾ ആദ്യം വെറുതെ ഇങ്ങനെ ചിരിക്കുന്നൊരു ശീലമുണ്ട്. വെറുതെ ഇങ്ങ് പല്ലിടിച്ച് കാണിക്കും. അതല്ല വേണ്ടത്. ആ കസ്റ്റമറായിട്ട് നിങ്ങൾ ഡയറക്റ്റ് മീറ്റ് ചെയ്ത ശേഷം, എന്തെങ്കിലും ചോദിച്ച ശേഷം അത് ഹൃദയത്തിൽ നിന്നും ആ പുഞ്ചിരി വരണം. മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും സ്നേഹത്തോടെ ഉള്ളൊരു പുഞ്ചിരി ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ നമ്മളെ ബഹുമാനിക്കുന്ന രീതി അതിൽ നിന്നും വിഭിന്നമായാലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വിഭിന്നമായ രീതിയിൽ ഒരു കസ്റ്റമർ നിങ്ങളെടുത്ത് പെരുമാറിയാൽ, നല്ലപോലെ പെരുമാറിയാൽ, നല്ലപോലെ സംസാരിച്ചാൽ നമുക്ക് ആ മുഹൂർത്തം എങ്ങനെ
ആ മുഹൂർത്തത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഡീലറെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ എഴുന്നേറ്റ് നിന്ന്, ആ ഇരുന്ന വലിയ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ തൊഴുത് സ്മൈലോടെ തൊഴുതിട്ട് നിന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അവിടെ? അല്ലെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ അതുപോലെ തന്നെ വളരെ ഭവ്യതയോടെ ജസ്റ്റ് കുറച്ച് ഇങ്ങോട്ട് കാണിച്ച് ഇങ്ങനെ തൊഴുത് റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറയട്ടെ, ആരെയും റെസ്പെക്റ്റ് ചെയ്തു എന്ന് കരുതി നമ്മളങ്ങ് ഒന്നും ആയി മാറുന്നില്ല. നമ്മുടെ വ്യക്തിത്വം ചുരുങ്ങി പോകുന്നില്ല. ഒരാളെ ബഹുമാനിച്ചു എന്ന് കരുതി, നമ്മളെക്കാൾ ചെറിയ ഒരാളെ ബഹുമാനിച്ചു എന്ന് കരുതി നമ്മൾ ഒരിക്കലും ചെറുതാകുന്നില്ല. അങ്ങനെ ചെറുതാകുന്നു എന്നുള്ള തോന്നൽ വച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ചെറുതാകൽ. ഈ മാനേജിങ് ഡയറക്ടർ എന്നേക്കാൾ എത്രയോ ഫണ്ടുള്ള വ്യക്തിയാണ്, എത്രയോ ഫിനാൻഷ്യൽ സൗണ്ടുള്ള വ്യക്തിയാണ്, എത്രയോ ആസ്തിയുള്ള വ്യക്തിയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെങ്കിൽ, അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ തിരിച്ച് എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതിയില്ല. ഞാനൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സാധാരണ ഒരു കസ്റ്റമറെ ഒരു മാർക്കറ്റിംഗ് ഹെഡോ അങ്ങനെയുള്ള ആളുകൾ മീറ്റ് ചെയ്യുമ്പോൾ, ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ വളരെ ഭവ്യതയോടെ വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ വെച്ചിട്ട്, അല്ലേ, വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഇങ്ങനെ, സാർ എൻ്റെ വിസിറ്റിംഗ് കാർഡിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട്, സാർ വിസിറ്റിംഗ് കാർഡ്, സാർ എൻ്റെ ബിസിനസ് കാർഡ് എന്ന് പറഞ്ഞ് നന്നായിട്ട് സ്മൈലോടുകൂടി ഒരു കുലുക്കി ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. ആ ഒരു പ്രതീക്ഷയോടെയാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതുപോലൊരു ആറ്റിറ്റ്യൂഡ് ആവുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ തന്നെ പെരുമാറേണ്ടി വരും. നമ്മൾ ഈ റെസ്പെക്റ്റ് എന്നുള്ള കാര്യം കൊടുക്കാൻ തയ്യാറാകണം, എങ്കിലാണ് തിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ റെസ്പെക്റ്റ് കസ്റ്റമറിന് കൊടുക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ കസ്റ്റമറെ ബഹുമാനിച്ചാൽ, കസ്റ്റമറെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ നല്ല പെരുമാറ്റം കൊണ്ടും നല്ല ബോഡി ലാംഗ്വേജ് കൊണ്ടും. ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഇനി ഒരു വീഡിയോ കൂടി ചെയ്യണമെങ്കിൽ ചെയ്യാം. കാരണം ഇതൊരു മാർക്കറ്റിംഗ് ചാനലായതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതും ഇതിനെക്കുറിച്ചാണ് ഒരു അവയർനെസ് കൊടുക്കേണ്ടതും ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നല്ല പെരുമാറ്റം നമ്മുടെ ബോഡി ലാംഗ്വേജ് അത് വളരെ ബെറ്റർ ആയിരിക്കണം. ബോഡി ലാംഗ്വേജ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചോളം 60% ബോഡി ലാംഗ്വേജ് തന്നെയാണ്. ഒരു എക്സിക്യൂട്ടീവ് ഒരു കസ്റ്റമറെടുത്ത്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഹെഡ് ഒരു കസ്റ്റമറെടുത്ത് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ ഇടപഴകണം, അദ്ദേഹത്തിൻ്റെ ഫേസിൽ നോക്കി സ്മൈലോടുകൂടി തന്നെ നല്ല രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് റെസ്പെക്റ്റായുള്ള വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ കീഴടക്കാൻ സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച കാര്യം, ബഹുമാനിക്കാൻ സാധിക്കണം, റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കണം, സ്നേഹിക്കാൻ സാധിക്കണം. അവിടെ എല്ലാം തീരും. സ്നേഹിക്കാനുള്ള മനസാന്നിധ്യത്തിലേക്ക് ഒരു എക്സിക്യൂട്ടീവ് വളരണം. സ്നേഹിക്കുന്നത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിക്കാൻ പറ്റണം. അത് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഡൗട്ടില്ലാത്ത സത്യമാണത്. ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് സംസാരിക്കാൻ കഴിയണം. എന്താണ് ഈ മാന്യമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്? ആ പെരുമാറ്റമാണ്. പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ നല്ല വാക്കുകൾ കൊണ്ട് അദ്ദേഹവുമായി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാന്യമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഉത്സാഹം ഉണ്ടായിരിക്കണം. അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുന്നതിൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എക്സ് എന്നുള്ളൊരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിക്കുന്നതിൽ എനിക്ക് വളരെയധികം ഉത്സാഹമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ എനിക്ക് സംസാരിക്കാൻ എൻ്റെ മുന്നിൽ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അത് ആ പ്രസരിപ്പ്, ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കസ്റ്റമറെ, നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു കസ്റ്റമറായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും അത് ഇരുന്നായിക്കോട്ടെ നിന്നായിക്കോട്ടെ ഇങ്ങനെ കൈ കെട്ടി നിന്ന് സംസാരിക്കരുത്. കൈ കെട്ടി ഇങ്ങനെ നിന്ന് ഈ ഒരു പോർഷനിൽ ഒരു കസ്റ്റമറോട് ഇടപഴകാതിരിക്കുക. കൈ വളരെ ഒരു ജസ്റ്റ് നമ്മുടെ കുറച്ച് ഒരു ചെരിവ് ആ കസ്റ്റമറുടെ വാക്കുകളിലേക്കും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലേക്കും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു ചെരിവോടെ റെസ്പെക്റ്റോടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് വളരെയധികം ശ്രദ്ധാപൂർവം കേട്ട് കണ്ണുകളിലേക്ക് നോക്കി വളരെ തിളക്കമാർന്ന്
പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ തലയെടുപ്പുള്ള ആന നിൽക്കുന്ന പോലെ ഇങ്ങനെ നിവർന്ന് നിന്ന് കൈകളിങ്ങനെ എളിയിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ വെച്ചോ, അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മൊബൈലെടുത്ത് നിങ്ങൾ എന്തെങ്കിലും കാണുകയോ, അതൊക്കെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് ആ കസ്റ്റമറിന് തോന്നും. വളരെയധികം ശ്രദ്ധാപൂർവം അദ്ദേഹം പറയുന്നത് ഉത്സാഹത്തോടെ കേട്ടുകൊണ്ട് ഒറ്റത്തടി പോലെ നിൽക്കാതെ കുറച്ച് ആ വാക്കുകളിലൂടെ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ, അയാൾ പറയുന്ന വാക്കുകളിലൂടെ, അയാൾ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. വളരെ റെസ്പെക്റ്റായിട്ട് അത് കേട്ട് നിന്ന് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും നമുക്ക് സാധിച്ചിരിക്കണം. നിങ്ങൾ ഒരു കസ്റ്റമറെ കാണാൻ അപ്പോയിൻറ്റ് എടുക്കാൻ വിളിക്കുക, കോൾ ചെയ്യണം, ടെലിഫോണിലേക്ക് കോൾ ചെയ്യുക. അപ്പോൾ ആദ്യം വിളിച്ചു, ആ കസ്റ്റമർ എൻഗേജാണ്, ഫോണ് എടുക്കുന്നില്ല. രണ്ടാമത് വിളിച്ചു, അപ്പോൾ എൻഗേജാണ്, പിന്നെ വിളിക്കാൻ പോകരുത്. പിന്നെ ആ കസ്റ്റമറുടെ ഫോണിലേക്ക് മിസ് കോൾ ഓൾറെഡി വന്നിരിക്കും. അയാൾ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം, നിങ്ങൾ വിളിക്കുന്ന ആൾ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം എന്തെങ്കിലും തരത്തിലോ തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഓൺലൈൻ മീറ്റിങ്ങിലായിരിക്കാം. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റെഗുലർ കസ്റ്റമറാണ്, നിങ്ങൾക്ക് നല്ല ഒരു റാപ്പുള്ള കസ്റ്റമർ ആണെങ്കിൽ പോലും അയാൾ നിരന്തരം ഫോൺ എൻഗേജഡാണ്, പിന്നെ നിരന്തരം വിളിച്ച് മിസ് കോളുകൾ അയാളുടെ ഫോണിൽ, കസ്റ്റമറുടെ ഫോണിൽ സൃഷ്ടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കോള്, 2 കോള്, മനസ്സിലായി, പിന്നെ അദ്ദേഹം നിങ്ങളെ തിരിച്ച് വിളിച്ചോളും. നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ആ കസ്റ്റമറുടെ ഉള്ള റെസ്പെക്റ്റ്, നിങ്ങളോടുള്ള റെസ്പെക്റ്റ്, അദ്ദേഹം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എങ്ങനെ റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമറിൽ എങ്ങനെ റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഒരു കാരണവശാലും കൂടുതൽ കോള് വിളിച്ച് ഒരു പുതിയ കസ്റ്റമറുടെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്തോ, ഒന്നിൽ കൂടുതൽ ഫോൺ എൻഗേജഡ് ആണെങ്കിൽ വിളിച്ച് ദുരിതപ്പെടുത്തരുത്. അതുപോലെ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ക്യാഷ് വാങ്ങിക്കേണ്ട വന്നു, അത് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. ഒരു സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് കൃത്യസമയത്ത് അത് കൊടുക്കാൻ തയ്യാറാവണം. 20-ാം തീയതി ക്യാഷ് തരാമെന്ന് പറഞ്ഞാൽ ആ 20-ാം തീയതി തന്നെ ആ കസ്റ്റമറിന് ആ ക്യാഷ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പാലിക്കാൻ, പറഞ്ഞ വാക്ക് പാഴാവരുത്, വാക്ക് പാലിക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ വാക്ക് പാലിച്ചാൽ ഒരു കസ്റ്റമറുടെ റെസ്പെക്റ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ രീതിയിൽ ഒരു കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. 20-ാം തീയതി പ്രോഡക്റ്റ് എത്തിച്ചു തരാം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ 20-ാം തീയതി എന്നുള്ള ഡേറ്റിൽ തന്നെ ആ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ആ രീതിയിൽ ഒരു അഡ്വാൻസ് ചെയ്താണ് ഈ കാര്യത്തെ കാണാൻ സാധിക്കുള്ളൂ. കസ്റ്റമറെ എങ്ങനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആ കസ്റ്റമർ നിങ്ങളെ ഹോട്ടലിലേക്ക് വിളിക്കുന്നു, ഏതായാലും ഇത്രയൊക്കെ ഓർഡറൊക്കെ കിട്ടി, വളരെ സന്തോഷമായി. അപ്പോൾ കസ്റ്റമർ പറയുകയാണ്, നമുക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ഒരു കാരണവശാലും നിങ്ങൾ ആ ഹോട്ടലിലേക്ക് കയറി ചെന്ന ശേഷം വലിയ റേറ്റുള്ള ഫുഡുകൾക്ക് നിങ്ങൾ ഒരിക്കലും ഓർഡർ കൊടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് അദ്ദേഹത്തിന് വിട്ടുകൊടുത്തോളൂ. അദ്ദേഹം ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിൽ ബിരിയാണി കഴിക്കണം. വെജ് മീൽസാണ് എനിക്കിഷ്ടം എന്നാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്, ആ വെജ് മീൽസ് തന്നെ നിങ്ങളും കഴിക്കാൻ തയ്യാറാകണം. അവിടെ വന്നിരുന്നിട്ട് വലിയ വിലയുള്ള ഫുഡുകൾ, അന്ന് ചിലവ് ചെയ്യാൻ വിളിച്ച് അന്ന് തകർത്ത് കളയാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലെ പൈസ കാലിയാക്കുന്ന രീതിയിൽ ആവശ്യത്തിലധികം ഫുഡ് വലിച്ചു കയറ്റുകയും ആവശ്യമായി കുറേ വേസ്റ്റ് വരുത്തിയും ആ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകരുത്. നമുക്ക് നല്ല ആറ്റിറ്റ്യൂഡും വേണം, നല്ല ഗ്രാറ്റിറ്റ്യൂഡും വേണം. അദ്ദേഹം എന്തുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്? നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അട്രാക്റ്റ് ചെയ്തതിൽ ഒരു നന്ദിയാണ് അവിടെ പ്രകാശിപ്പിക്കേണ്ടത്. ആ നന്ദി എങ്ങനെയായിരിക്കണം? അദ്ദേഹം ഓർഡർ ചെയ്യട്ടെ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് വെജ് മീൽസ് ആണെങ്കിൽ ആ വെജ് മീൽസ് നിങ്ങൾ കഴിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കുറേ അധികം വില വരുന്ന റേറ്റ് വരുന്ന ഫുഡുകൾ വാങ്ങിച്ച് കഴിച്ചല്ല ആ ഒരു
ടേബിൾ മര്യാദ പാലിക്കേണ്ടത്. അതുപോലെ ഫുഡ് ഓർഡർ വന്നു, നിങ്ങളുടെ ഫുഡ് ഓർഡർ വന്നു കഴിഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുഡ് വന്നിട്ടില്ല. നിങ്ങളൊരു ബിരിയാണി പറഞ്ഞു, ബിരിയാണി ആദ്യം കൊണ്ടുവന്ന് വെച്ചു. മീൽസും മറ്റുള്ള ഒരു ഫിഷ് കറിയും നിങ്ങളുടെ കസ്റ്റമർ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ആ ഫുഡിന് വേണ്ടി കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടേബിൾ. അപ്പോൾ ഒരു ടേബിൾ മര്യാദ എന്നുള്ളൊരു സംഭവമുണ്ട്. അതെല്ലാവർക്കും അറിയുമായിരിക്കും. എങ്കിൽ പോലും നിങ്ങളുടെ ബിരിയാണി വന്നപ്പോൾ നിങ്ങൾ ചിക്കൻ ബിരിയാണി എടുത്ത് കഴിച്ച് തുടങ്ങരുത്. അദ്ദേഹത്തിൻ്റെ ഫുഡ് കൂടി വന്ന ശേഷം ഒന്നിച്ചേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അതുപോലെ ഫുഡ് കഴിച്ച് എഴുന്നേൽക്കുന്നതും, നിങ്ങൾ ഫുഡ് കഴിച്ചു നിങ്ങൾ എഴുന്നേറ്റ് കൈ കഴുകാനൊക്കെ ആയിട്ടങ്ങ് പോകരുത്. വളരെ സാവധാനം അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ, ആ കസ്റ്റമറാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ആ കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതനുസരിച്ച് വളരെ സാവധാനം ഫുഡ് കഴിച്ച് എന്നാലും ചെറുതായിട്ട് സംസാരിച്ച് അങ്ങനെ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച് വളരെ സാവധാനം അദ്ദേഹത്തിൻ്റെ ഒരു ഋതത്തിനനുസരിച്ച് വേണം നിങ്ങളുടെ ഫുഡ് കഴിക്കാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ കസ്റ്റമറുടെ റെസ്പെക്റ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ഇടപഴകേണ്ടി വരും. ബിസിനസ് ക്ലോസ് ചെയ്തു, അപ്പോൾ അയാൾ നിങ്ങളായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പുറത്ത് ഒരു ഹോട്ടലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർക്കിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുന്നു, ബിസിനസ് ക്ലോസ് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നു. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങളടുത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ കല്യാണം കഴിച്ചില്ല, കല്യാണത്തിൻ്റെ ഒരു ഏരിയ, മാരേജിൻ്റെ ഒരു കാര്യം പറയുകയാണ്. കല്യാണം കഴിച്ചില്ലല്ലേ, ഇതുവരെയായിട്ട് കല്യാണം കഴിച്ചില്ലല്ലേ, 35 വയസ്സായി, ഇതുവരെയായിട്ട് കല്യാണം കഴിച്ചില്ലല്ലേ, എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അവിടെ ആവശ്യമില്ല. നിങ്ങളും കസ്റ്റമറായിട്ടുള്ള റിലേഷൻ എന്താണ് നിങ്ങളുടെ അളിയനൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മൂത്ത ജ്യേഷ്ഠൻ്റെ വകയിലുള്ള ആളൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ റിലേറ്റീവോ അടുത്ത ഡിസ്റ്റൻസ് റിലേറ്റീവോ കസിനൊന്നും അല്ലല്ലോ. പിന്നെ കല്യാണക്കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സജഷൻ ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പറയേണ്ട ഒരു കാര്യമില്ല. ആ കുട്ടികൾ ഉണ്ടായിട്ടില്ലേ, എന്താ കുട്ടികൾ ഉണ്ടാകാത്തത്? ചിലരൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ബിസിനസ് പരമായ കാര്യങ്ങൾ, ബിസിനസ് ഡീലിംഗ് ആയിരിക്കണം അവിടെ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ, ആ കസ്റ്റമറുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ നിങ്ങളൊരു കമ്പനിയുടെ റെപ്രസെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ റെപ്രസെൻ്റ് ആണെങ്കിൽ, എങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഗ്രോത്ത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും? ആ ഒരു റിലേഷനാണ് നിങ്ങളും അയാളും തമ്മിലുള്ളത്. അവിടെ ശരിയാണോ? ആ കസ്റ്റമറും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ബിസിനസ് റിലേഷനാണ്. അപ്പോൾ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും? നമ്മുടെ കസ്റ്റമറുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം കസ്റ്റമറിന് വേണ്ടി, അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കസ്റ്റമർ റിലേഷനിലും അതുപോലെ തന്നെ ഒരു കസ്റ്റമറെ എങ്ങനെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വിഷയം വളരെയധികം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കുക. ആ കസ്റ്റമറിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കാം പലതും, നിങ്ങളത് പറയേണ്ട കാര്യമില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത്, കാസ്റ്റ് ബേസിലായാലും അതുപോലെ തന്നെ ബോഡിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായാലും, വണ്ണമുള്ള ആളായാലും വണ്ണം കുറഞ്ഞ ആളായാലും നിറത്തിൻ്റെ കാര്യത്തിലായാലും ഒരു രീതിയിലും ആ രീതിയിലൊരു ടോക്ക് വരാൻ പാടില്ല. അപ്പോൾ ഈ എന്ത് വണ്ണമാണ് താങ്കൾക്ക്, ഈ വണ്ണം ഒന്ന് കുറച്ചുകൂടെ? അല്ലാതെ കുറയ്ക്കണമെങ്കിൽ പുള്ളിക്ക് അറിയാം കുറയ്ക്കണോ കുറയ്ക്കണ്ടോ എന്നുള്ളത്. ഇങ്ങനെ മെലിഞ്ഞാണ് ഇരിക്കുന്നത്, ഇത് വളരെ മെലിഞ്ഞാണ് ഇരിക്കുന്നത്, കുറച്ചുകൂടി ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക, കുറച്ചുകൂടി വണ്ണമൊക്കെ വെക്കണ്ടേ? നന്നായി വെയിൽ കൊള്ളുന്നു എന്ന് തോന്നുന്നു അല്ലേ? മുഖമൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ അങ്ങനെയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു രീതിയിലും ഒരു കസ്റ്റമർ റിലേഷനിൽ, കസ്റ്റമർ റാപ്പോ ബിൽഡപ്പിൽ നിങ്ങൾ ഒരു കാരണവശാലും ചോദിക്കരുത്. അത് കസ്റ്റമറുടെ റെസ്പെക്റ്റ്, നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കുറയ്ക്കുകയും, കസ്റ്റമറെ ഒരിക്കലും ബഹുമാനിക്കണം,
ബഹുമാനിച്ച് കസ്റ്റമറെ ബഹുമാനിക്കണം എന്ന് വ്യക്തിപരമായ ആഗ്രഹമുള്ളവർ ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും കസ്റ്റമറോട് ചോദിക്കരുത്. ഒരു എക്സിക്യൂട്ടീവിൻ്റെ ധർമ്മം എന്താണ്? സ്വന്തം കസ്റ്റമറോടുള്ള ധർമ്മം എന്താണ്? കസ്റ്റമറെ മോട്ടിവേറ്റ് ചെയ്യുക. സാറിനെ കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തിയാണ്, വളരെ രസമുണ്ട് സാറിനെ കാണാൻ, യു ആർ ബ്യൂട്ടിഫുൾ, സാറ് വളരെ നല്ല വ്യക്തിയാണ്, സാറിൻ്റെ സ്പീച്ച് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്, സാറ് ഒരു നല്ല വ്യക്തിയാണ് എന്നാണ് പറയേണ്ടത്. ഒരു കാരണവശാലും ഒരാളുടെ ബോഡി ഷെയിം പോലുള്ള ഒരു കാര്യങ്ങളും ആ കസ്റ്റമറുടെ ഒരു കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കരുത്. അത് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഗ്രോത്ത് ചെയ്യാം അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. അല്ലാതെ അയാളുടെ വ്യക്തിപരമായ നിറത്തെക്കുറിച്ചോ റിലിജിയനെക്കുറിച്ചോ കാസ്റ്റ് ബേസായ കാര്യങ്ങളോ വണ്ണം ഇല്ലായ്മയെക്കുറിച്ചോ വണ്ണം കൂടുന്നതിനെക്കുറിച്ചോ ഒരു കാര്യത്തിലുള്ള ഒരു സംസാരവും വരാതിരിക്കുന്നത്. എങ്ങനെ കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കാം എന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റായ മാറ്ററാണ്. ഈ രീതിയിലൊരു സംസാരങ്ങളൊന്നും വരാത്ത നിങ്ങളുടെ വായിൽ നിന്നും നാക്കിൽ നിന്നും വരാതിരിക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ കുറച്ചുകൂടി നിങ്ങളിലേക്ക് അടുക്കുകയും കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർഡേഴ്സ് തരികയും ഇയാൾ എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണ് എന്നുള്ള മനോഭാവത്തിലേക്ക് ആ കസ്റ്റമർ വളരും. നിങ്ങൾ ഓർക്കണം, നമ്മുടെ നാവ് അത് മനോഹരമായ സുഗന്ധം പരത്തുന്നതും ഒപ്പം തന്നെ വളരെയധികം ദുർഗന്ധം പരത്തുന്നതും ആയിരിക്കും. അത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എങ്ങനെ ഒരു കസ്റ്റമറോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള ആളുകളോട് സംസാരിക്കണം എന്നുള്ള കാര്യം. നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കണം കേട്ടോ. ഒരു വാക്ക് എന്തെങ്കിലും കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറിന് ഞങ്ങളുടെ പ്രോഡക്റ്റ് 25-ന് ഡെലിവറി ചെയ്ത് തന്നിരിക്കും, ആ വാക്ക് നിങ്ങൾ പാലിച്ചിരിക്കണം. നമ്മൾ വാക്ക് വളരെ കൃത്യമായി പാലിക്കാൻ തയ്യാറാകണം. അത് ഒരു കസ്റ്റമറെ കസ്റ്റമറുടെ റെസ്പെക്റ്റ് നമുക്ക് എങ്ങനെ കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായ ഡെലിവറി സംവിധാനം നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം. കാരണം ആ പ്രോഡക്റ്റ് എത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് അത് വിൽക്കാൻ പറ്റുള്ളൂ. വിൽക്കാതെ ഒരു കസ്റ്റമർ മടങ്ങിപ്പോയാൽ നിങ്ങളോടുള്ള റെസ്പെക്റ്റും എല്ലാം പോകും. അത് ഭയങ്കര ഒരു പ്രശ്നം വരും. ആ സമയം കൃത്യമായ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെലിവറി ചെയ്ത് കൃത്യമായ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്താൽ അത് കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. അയാൾ നിങ്ങളെ ഒരു കാരണവശാലും മറക്കില്ല. കൃത്യമായ ഒരു ട്രസ്റ്റ് അവിടെ ഒരു ബിൽഡപ്പ് ചെയ്യുകയാണ്. നല്ലൊരു റിലേഷൻ, കസ്റ്റമർ റിലേഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യുകയാണ്. ആ കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണം. എങ്ങനെ നല്ല രീതിയിൽ കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും ഒന്നും അറിയില്ലെന്ന്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമറുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് വേറൊരു സ്ഥലത്തോ വേറൊരു ലൊക്കേഷനിലോ വേറൊരു ഷോപ്പിലോ വേറൊരു വ്യക്തിയുടെ അടുത്തോ വന്ന് പറയുന്നത് ഒഴിവാക്കണം. ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, ആരുടെ കുറ്റങ്ങളും പറഞ്ഞ് നടക്കാതിരിക്കുക. അത് ഒരു എക്സിക്യൂട്ടീവ്, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഒരു സെയിൽസ് ടീമിൻ്റെ പേഴ്സൺ, അത് അദ്ദേഹത്തിൻ്റെ ദിനചര്യ ആക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ആരെക്കുറിച്ചും കുറ്റങ്ങൾ പറയരുത്. അവർക്ക് ആ കഴിവില്ല, അവരെക്കുറിച്ച് ആ കഴിവില്ലാത്ത വ്യക്തിയാണ്, കഴിവ് കുറഞ്ഞ വ്യക്തിയാണ്, ഒന്നും ഒരാളെക്കുറിച്ച് എയെക്കുറിച്ച് സിയുടെ അടുത്ത് ഒന്നും പറഞ്ഞു നടക്കരുത്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമ്മളുടെ ഡ്യൂട്ടി എന്താ, ജോലി എന്താ? ബിസിനസ് ചെയ്യുക, ബിസിനസ് ഗ്രോത്ത് ചെയ്യുക. എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വേറൊരാളുടെ അടുത്ത് പറയുന്നത്? അതിനുശേഷം അയാൾ വന്ന് ഈ വ്യക്തിയുടെ അടുത്ത് പറയും. അതോടുകൂടി നിങ്ങളുടെ റെസ്പെക്റ്റ് പോകും. കസ്റ്റമറെ എങ്ങനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം സംസാരിക്കുമ്പോൾ ആ കസ്റ്റമറുടെ കുറ്റങ്ങൾ, കുറവുകൾ മറ്റൊരു കസ്റ്റമറുടെ അടുത്ത് ഒന്ന് പറയുകയോ ആ രീതിയിൽ സംസാരിക്കുകയോ ചെയ്യരുത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അതിനുശേഷം ഇദ്ദേഹം വന്ന് നിങ്ങൾ എന്ന എക്സ് എന്ന ആൾ, നിങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എന്തിനാണ് ഇനി അയാളുടെ അടുത്ത് വന്ന് പറഞ്ഞ് അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ്? ഒരു കാരണവശാലും നിങ്ങൾ ആരെയും ഈ കാര്യത്തിൽ വിശ്വസിക്കരുത്. നിങ്ങൾ ജോലിയായിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ജോലിയായിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ, സെയിൽസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ
കുറ്റങ്ങളും കുറവുകളും പറയാതെ ഒരു രാത്രി കിടന്നുറങ്ങാൻ സാധിക്കില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ ടെറസ് ഉണ്ടെങ്കിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു നിലാവുള്ള രാത്രിയിൽ നിങ്ങൾ ആ ചന്ദ്രനോട് വിളിച്ചു പറയുക, അല്ലെങ്കിൽ അടുത്ത് കടൽത്തീരമുണ്ടെങ്കിൽ അവിടേക്ക് ഓടിച്ചെന്ന് അവിടെ ഉറക്കെ വിളിച്ചു പറയുക. അങ്ങനെ ആത്മസംതൃപ്തി അടയുക. ലോകത്തിൽ ആരുടെ കുറ്റവും കുറവുകളും പറഞ്ഞ് നടക്കരുത്. അത് ഒരു എക്സിക്യൂട്ടീവിന് ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ്. ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞു നടക്കുന്ന ശീലം ഒഴിവാക്കണം. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുസമൂഹവുമായി നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയാണ്. പൊതുസമൂഹവുമായി നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കുറവുകളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അത് കീപ്പ് ചെയ്തിരിക്കണം. സുഹൃത്തുക്കൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഒപ്പം തന്നെ അയാൾ വെറുതെ കളിയാക്കും. അതൊക്കെ ഒരാളെ കളിയാക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താ? അയാളുടെ ശരീരത്തെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. നിറത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ ആംഗ്യത്തെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ. അതാണല്ലോ വ്യക്തിപരമായ. അങ്ങനെ അദ്ദേഹത്തിന് അത് കേൾക്കുന്നത്, ചിലപ്പോൾ അത് പറയുന്നത് ഇഷ്ടമുള്ള പോസിറ്റീവായി എടുക്കുന്ന വ്യക്തികളുണ്ടാവാം. പക്ഷെ നെഗറ്റീവായി കാണുന്നവർ അധികമാണ്. മറ്റുള്ളവർ സൊസൈറ്റിയിൽ വെച്ച്, പൊതുസമൂഹത്തിൽ വെച്ച്, കുറേ സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ച് അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമില്ല. അയാളുടെ റിയാക്ഷൻ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, നിങ്ങൾ പറയുന്നത് ഒരു പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ പറയുന്ന ഒരു പോസിറ്റീവായിട്ടാണെങ്കിൽ അദ്ദേഹം എടുക്കുന്നത് അത്ര ഭയങ്കര ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു കാരണവശാലും ആ കസ്റ്റമറോട് അല്ലെങ്കിൽ ആ കസ്റ്റമർ റിലേഷൻ, ആ കസ്റ്റമറോടോ ഒരു വ്യക്തിയോടോ ആ രീതിയിൽ ഒരു കളിയാക്കൽ നിങ്ങൾ നടത്തരുത്. ചിലപ്പോൾ കളിയാക്കലിലൂടെ അദ്ദേഹത്തിൻ്റെ നല്ല ആറ്റിറ്റ്യൂഡിലേക്ക് മാറാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ അയാൾ കൂടി അത് മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരു കാരണവശാലും ഒരു കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്ത് തന്നെ സംസാരിക്കുക. കളിയാക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നൊരു കാര്യമാണ് ഒരാളുടെ ശാരീരികമായ അവസ്ഥകളെക്കുറിച്ച് ഒന്നും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കരുത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ എന്ന് പറയുമ്പോൾ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികളാണ്. അവരാണ് വളർന്നു വരേണ്ടത്. അവരാണ് കൂടുതൽ പ്രതിസന്ധിയിലേക്കും ഇഷ്യൂകളിലേക്കും ഇന്ന് സൊസൈറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഈ രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അവരുടെ ഒരു രീതിയിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ കളിയാക്കലോ, നിറത്തിൻ്റെ പേരിലോ ശാരീരികമായ അവസ്ഥയുടെ പേരിലോ കളിയാക്കരുത്. ബഹുമാനിക്കണം. നിങ്ങളെപ്പോലെ തന്നെയാണ്, നമ്മൾ ഒന്നാണ്. എൻ്റെ കണ്ണുകളും നിൻ്റെ കണ്ണുകളും ഒന്ന് തന്നെയാണ്, നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ഭാവനയോടെ, അങ്ങനെ ഒരു ഭാവം അവർക്ക് പ്രായത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് സൊസൈറ്റിക്ക് വളരെ ആവശ്യമാണ്. എല്ലാവരും ബഹുമാനിക്കണം. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. എല്ലാ ജന്മങ്ങളും മനുഷ്യർ തന്നെയാണ്. പണത്തിൻ്റെയോ നിറത്തിൻ്റെയോ അവസ്ഥകളുടെയോ മാറ്റത്തിൽ ആരെയും നമ്മൾ ഇകഴ്ത്തി കാണരുത്, അടിച്ചു താഴ്ത്തി കാണരുത്. തൻ്റെ കീഴിലുള്ള ക്ലീനറോട് വരെ റെസ്പെക്റ്റോടെ സംസാരിക്കുന്നതും ഇടപഴകുന്നതും അവിടെയാണ് അയാളുടെ ക്വാളിറ്റി, അവിടെയാണ് ആ സിഇഒയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മുടെ അണ്ടറിലുള്ള ഏത് ആളുകളായാലും, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഏത് വ്യക്തികളായാലും അവരെല്ലാവരെയും ബഹുമാനിക്കാനുള്ള ഒരു മാനുഷിക അവസ്ഥയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അവിടെയാണ് മനുഷ്യത്വം, മാനവികത എന്ന് പറയുന്ന കാര്യം. ഇതെല്ലാം പാലിച്ച് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. അഹങ്കാരത്തോടെ ഈ ലോകത്ത് ആര് വളർന്നിട്ടുണ്ടെങ്കിലും തന്നെ നിലം പതിച്ച് താഴേക്ക് അടിഞ്ഞ് വീണിട്ടുണ്ട്. ആ വീണ ചരിത്രങ്ങളാണ് ഇപ്പോഴുള്ളൂ. 5 മണിക്ക് നിങ്ങൾക്കൊരു കസ്റ്റമറെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമറെ കാണാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അയാളൊരു കോൾ ചെയ്യാണ്, 5 മണിക്ക് വരണ്ട കേട്ടോ, ഞാൻ വൈഫിനെ കൊണ്ട് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് നിങ്ങൾക്ക് കോൾ ചെയ്യുകയാണ്. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രതികരിക്കേണ്ട, വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, എന്താ പ്രശ്നം പറ്റിയേ എന്ന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും ഒരു ഫീവറാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ
ആ കസ്റ്റമർ പറഞ്ഞോളും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് ചോദിക്കരുത്. നിങ്ങൾ എന്ന ഒരു കസ്റ്റമറുടെ ഒരു കസ്റ്റമറുടെ ബഹുമാനം നിങ്ങൾക്ക് എങ്ങനെ കസ്റ്റമറെ ബഹുമാനിക്കണം എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും കസ്റ്റമറോട് അങ്ങനെ ചോദിക്കരുത്, എന്താണ് വൈഫിന് പറ്റിയത്, എന്തിനാണ് വൈഫ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ കാര്യമാണെങ്കിൽ പോലും, പേഴ്സണലായിട്ട് ഒരു ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ ഡോക്ടറെ അടുത്ത് പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്ന് ചോദിക്കേണ്ട കാര്യം അയാൾക്കില്ല. അങ്ങനെ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം റിയലായിട്ട് ഓപ്പണായിട്ട് അത് പറഞ്ഞുകൊള്ളും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു മാനസികമായ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒരു കസ്റ്റമറെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെ കസ്റ്റമറെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെ നല്ല ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമർ, അദ്ദേഹമായിട്ട് ഒരു നല്ല റിലേഷൻ നിങ്ങൾക്കുണ്ട്, അദ്ദേഹം 1-2 ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് ഈ ഫോട്ടോയെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ നോക്കി കണ്ടു, അതിനുശേഷം ആ ഫോട്ടോ അല്ലാതെ ആ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത് തോണ്ടി അടുത്ത ഫോട്ടോയിലേക്ക് പോയി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആ സ്ക്രീൻ മാറ്റി അയാളുടെ പ്രൈവസിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ചില ആളുകൾക്ക് ഒരു സുഹൃത്തുക്കൾക്കോ ഫോൺ അല്ലെങ്കിൽ ചില കസ്റ്റമറിനോ ചില മനുഷ്യർക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അവർ ഈ ഫോൺ മേടിച്ചിട്ട് ആ ഗാലറി എടുത്തിട്ട് അത് കംപ്ലീറ്റ് നോക്കുക. അവരെന്താണ്, അവർ വൈഫും കുട്ടികളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ പ്രൈവസി ആയിട്ടുള്ള ഫോട്ടോകൾ അതൊക്കെ ഇങ്ങനെ കാണാൻ ശ്രമിക്കുക. നല്ല റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്ന കസ്റ്റമറുടെ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒരു കസ്റ്റമർ, നിങ്ങളുടെ ഒരു ഡീലർ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഫോൺ തരുമ്പോൾ അയാൾ എന്തെങ്കിലും ഫോൺ നിങ്ങളുടെ കയ്യിലേക്ക് ഫോൺ തന്ന് ആ ഫോട്ടോ കാണിക്കുമ്പോൾ അത് പിന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ആ ഫോണായി. അപ്പോൾ അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അയാളുടെ പ്രൈവസിയിലേക്ക് കടക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളയണം. ഞാൻ പറയുന്നത് ഒരു കസ്റ്റമറെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ഒരു കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഒരു കസ്റ്റമറെ ബഹുമാനിക്കേണ്ട രീതികൾ, എങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ ഒരു കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ചെയ്യാം നമുക്ക്. ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ, മൊത്തത്തിലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, അതെല്ലാം ഇതിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നതും ഒപ്പം തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അയാൾ ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു നന്ദിയുള്ള മനുഷ്യനായിട്ടിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ബോഡി ലാംഗ്വേജിനെ കുറിച്ചും ഉള്ള ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഓൾ ദ ബെസ്റ്റ്.